السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സദാ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുന്നു. സത്യപാതയിൽ അടിയുറച്ച് മുന്നേറുവാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ സഹവാസം ലഭിക്കപ്പെടുവാനും സൗഭാഗ്യം നൽകപ്പെടുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധ ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഭവനത്തിന്റെ സമീപത്തേക്ക് എത്തുന്ന ആ സംഘം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിഥികളായെത്തുന്ന ആ സംഘം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ തേടുന്ന തേട്ടങ്ങൾക്ക് അവനവർക്ക് ഉത്തരം നൽകുന്ന പ്രത്യേക സന്ദർഭങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവനോട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുന്നവരുടെ പാപങ്ങൾ പൊറുത്തുകൊണ്ടിരിക്കുന്ന മഹനീയമായ സന്ദർഭങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ, സാധ്യമാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായി അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ ആരാധനയാണല്ലോ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികൾ അതിനുവേണ്ടി പുറപ്പെടുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഹജ്ജ് കഴിഞ്ഞാൽ, ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ, അത് സ്വീകാര്യയോഗ്യമായി കഴിഞ്ഞാൽ സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല
എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹനീയമായ ആ സന്തോഷ വാർത്തയിൽ ഏറ്റവും വലിയ ആകാംക്ഷയർപ്പിച്ചുകൊണ്ട് ആ ഒരു ദേശാർത്ഥമാണ് സത്യവിശ്വാസികൾ വിശുദ്ധ ഭൂമികളിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കമാ വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും ഈ ഭവനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഹജ്ജ് നിർവഹിച്ച് ഹജ്ജിൽ അവൻ ചെയ്യരുതാത്ത ഒരു കാര്യങ്ങളും ചെയ്തില്ല, അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടില്ല, ഹജ്ജിന്റേതായ കർമ്മങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തികളിലും അവൻ ഏർപ്പെട്ടില്ല, വലം യഫ്സുഖ് അധർമ്മത്തിൽ അവൻ ഏർപ്പെട്ടില്ല, എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്നതെങ്കിൽ റജഅ അവൻ മടങ്ങുന്നത് കമാ വലദതുഹു ഉമ്മുഹു അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ നിർമ്മലമായ പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹജ്ജിന് മറ്റ് ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകൾ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, മുൻ കഴിഞ്ഞു പോയ സർവ്വ പാപങ്ങളെയും കരിച്ചു കളയുന്ന, മായ്ച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മനുഷ്യന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നു, അവനെ പവിത്രനാക്കുന്നു, അതുപോലെ തന്നെ അവന് ദുന്യവിയായ ചില ഉപകാരങ്ങളും അതുകൊണ്ട് കിട്ടാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ കമാ യൻഫിൽ കീറു ഖുബ്സൽ ഹദീദി വസ്ദഹബി വൽ ഫിദ്ദ വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറ സവാബുൻ ഇല്ലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കൂ. ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ടിരുന്നാൽ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ, അതുകൊണ്ട് മനുഷ്യന്റെ ദാരിദ്ര്യം ഇല്ലാതെയാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹജ്ജ് ചെയ്താൽ ദരിദ്രനാകും എന്നല്ല. ഹജ്ജിന് പോകാൻ പലർക്കും പ്രയാസം, ഞാൻ ദരിദ്രനായി പോകുമോ, ഞാൻ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമോ, എന്റേതായ അവസ്ഥ മോശമാകുമോ എന്ന ഭയമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹജ്ജിലൂടെ നീ ദരിദ്രനാവുകയല്ല, നിന്റെ ദാരിദ്ര്യം നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വദ്ദുനൂബ്, ദാരിദ്ര്യമല്ല, നിന്റെ പാപങ്ങളും നീക്കപ്പെടുന്നു. ഏതുപോലെ ഇരുമ്പും സ്വർണവും വെള്ളിയും ഒക്കെ തീയിലിട്ട് ഊതിക്കാച്ചുമ്പോൾ അവയിൽ അടങ്ങിയ ദുഷിച്ച നീരുകൾ, മാലിന്യങ്ങൾ പുറത്തു പോകുന്നില്ലേ? ഈ രൂപത്തിൽ കൃത്യമായി നിന്റെ മനസ്സിലുള്ള നിന്റെ പാപങ്ങളെ അത് കഴുകിക്കളയുന്നു. നിന്നിലുള്ള ദാരിദ്ര്യത്തെ, അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ടുള്ള നിന്റെ മനോവ്യഥയെ അത് നീക്കം ചെയ്യുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറ സവാബുൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ ഇതിന് പ്രതിഫലമില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കുക, ആ ഹാജിമാര് മുഴക്കിക്കൊണ്ടിരിക്കുന്ന തെൽബിയത്തുകൾ പോലും, ഹാജിമാര് ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും അവിടെയുള്ള പരിസരങ്ങൾ മുഴുവൻ സാക്ഷിയാണ്. ഹാജിമാര് മുഴക്കിക്കൊണ്ടിരിക്കുന്ന തെൽബിയത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാമിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബാ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജരിൻ ഔ ശജരിൻ ഔ മദരിൻ ഹത്താ തൻഖതിഅൽ അർളു മിൻ ഹാഹുനാ വഹാഹുനാ. റവാഹു തുർമിദി റഹിമഹുല്ലാഹ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അതാ ഒരു മുസ്ലിമായ മനുഷ്യനതാ അവിടെ പോയി തെൽബിയത്ത് മുഴക്കുമ്പോൾ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തുടങ്ങി അവൻ തെൽബിയത്ത് മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അതാ ഇല്ലാ ലബ്ബാ മൻ അൻ യമീനിഹി, അവന്റെ വലതുഭാഗത്തും അവന്റെ ഇടതുഭാഗത്തുമുള്ളവർ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരും അത് ചൊല്ലുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആര്? മനുഷ്യരല്ല. മിൻ ഹജരിൻ ഔ ശജരിൻ ഔ മദരിൻ, എല്ലാ കല്ലുകളും വൃക്ഷങ്ങളും പരിസരത്തുള്ള അചേതന വസ്തുക്കൾ വരെ അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയുടെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ആ നിലക്കുള്ള പ്രത്യേകമായ മഹത്വം ഈ തെൽബിയത്ത് മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഹാജിക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ആ തെൽബിയത്തിന്റെ മഹത്വം എത്രയാണ്? ആ തെൽബിയത്തിന്റെ മഹത്വം എന്തുകൊണ്ടാണ് അതിന് ഇത്രമാത്രം വലിയ മഹത്വം വന്നത് എന്ന് ശേഷം നമുക്ക് വിശദീകരിക്കാം. അതുപോലെ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹല്ല മുഹില്ലുൻ ഖത്തു ഇല്ലാ ബുശ്ശിറ വലാ കബ്ബറ മുകബ്ബിറുൻ ഇല്ലാ ബുശ്ശിറ ഖീല യാ റസൂലല്ലാഹ് ബിൽ ജന്ന ഖാല നഅം റവാഹു തബറാനി റഹിമഹുല്ലാഹ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മാ അഹല്ല മുഹില്ലുൻ ഖത്തു ഇല്ലാ ബുശ്ശിറ. ഒരു ഹാജിയത അവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീലുകൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തൊക്കെയും വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു, അതാ അവിടെ വെച്ച് ഹാജിമാര് തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊക്കെയും അതാ ഇല്ലാ ബുശ്ശിറ, അവന് സുവിശേഷം അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, തഹ്ലീൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ടാണോ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നത്? ഖാല നഅം, അതെ അതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നോക്കൂ പ്രിയപ്പെട്ടവരെ, അവിടെ മുഴക്കുന്ന തൽബിയത്ത്, അവിടെ മുഴക്കുന്ന തക്ബീർ, അവിടെ മുഴക്കുന്ന തഹ്ലീല് എല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെടുകയും അവന് വേണ്ടി പരിസരത്തുള്ള കല്ലുകളും മരങ്ങളും ചേതന വസ്തുക്കൾ വരെ സാക്ഷിയാകുന്ന പ്രത്യേകമായ ഒരു മഹനീയമായ കർമ്മമാണ് ഹജ്ജിലൂടെ മനുഷ്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ മഹാത്മ്യം ഈ ഒരു ഹജ്ജ് കർമ്മത്തിന് കിട്ടിയത്? എന്താണ് ഹജ്ജിന്റെ കാതൽ? ഹജ്ജിന്റെ കാതൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ് ഹജ്ജിന്റെ കാതൽ. ഹാജിമാര് മുഴക്കിക്കൊണ്ടിരിക്കുന്ന തൽബിയത്തിലൂടെ ആവർത്തിച്ച് മുഴക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശമാണ്. തക്ബീറിലൂടെ വാഴ്ത്തുന്നത് അല്ലാഹുവിനെയാണ്. തഹ്ലീലിലൂടെ മുഴക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സിദ്ധാന്തമാണ്. നാം ആലോചിച്ചു നോക്കുക, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ അവിടെയും ഹജ്ജ് എന്ന പേരിൽ ചില ചടങ്ങുകളൊക്കെ നടപ്പിലുണ്ടായിരുന്നു. അവയെല്ലാം ഉടച്ച് വാർത്ത് ശുദ്ധീകരിച്ചുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് ഹജ്ജിന്റെ ചടങ്ങുകൾ പഠിപ്പിച്ചു കൊടുത്തത്. നമുക്കറിയാം തൽബിയത്ത് മുഴക്കിയിരുന്ന മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുകയുണ്ടായിട്ടുണ്ട്. കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് അതാ മുശ്രിക്കുകൾ ഒരു തൽബിയത്ത് ചൊല്ലിയിരുന്നു. മുസ്ലിമീങ്ങൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നാവർത്തിച്ചു പറയുമ്പോൾ അതാ കാഫിറുകളുടെ ശബ്ദം മറുപക്ഷത്ത് നിന്ന് കേട്ടിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തൽബിയത്ത് കേൾക്കുകയാണ്. അവരുടെ തൽബിയത്ത് എന്താണ്? അവരതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. ആരാ പറയുന്നത്? അറേബ്യൻ കാഫിറുകൾ പറയാണ്, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല. അത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് അവരോട്, നിർത്തിക്കോളൂ, ഇനി നിങ്ങൾ പറയണ്ട, അത് മതി, അവിടം വരെയാണ് വേണ്ടത്, അതിലപ്പുറം നിങ്ങൾ ഇനി പറയാൻ പോകുന്നത് പറയണ്ട. എന്താണ് അവർ തുടർന്നു കൊണ്ട് പറഞ്ഞത്? നിനക്കൊരു പങ്കാളിയുമില്ലെന്ന് വാക്കുകൊണ്ട് പറഞ്ഞ ഉടനെ പിന്നെ അവർ കൂട്ടി പറഞ്ഞു, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി ഒഴികെ, ഹുവലക, ആ പങ്കാളി നിനക്കുള്ളതാണ്, തംലികുഹു, ആ പങ്കാളിയെ അല്ലാഹുവേ നീയാണ് ഉടമപ്പെടുത്തുന്നത്, വമാ മലക, അയാളൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. ഒരു കഴിവുമില്ലാത്ത, നീ കൊടുത്ത കഴിവുകളല്ലാത്ത ഒരു കഴിവുമില്ലാത്ത ചില പങ്കാളികൾ നിനക്കുണ്ട്. അതുകൊണ്ട് നീ പ്രത്യേകമായി അവർക്ക് ചില മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പങ്കാളികൾ നിനക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കെ അറേബ്യൻ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി, പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുക്ക് ഒരു നിലക്കുള്ള പങ്കാളികളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും പോലെ, കാണും പോലെ, അറിയും പോലെ, കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന കഴിവുള്ള ഒരു പങ്കാളിയും അവനില്ല. അങ്ങനെ ഒരു കഴിവുകൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ തൽബിയത്ത് നിങ്ങൾ മാറ്റിയിട്ട് എന്തു പറയണം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. എല്ലാ സ്തുതിക്കും
സ്തുതിക്കും അർഹനായ നാഥൻ. എല്ലാ നിഅമത്തും അവങ്കൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവനൊരു പങ്കാളിയുമില്ല. അവനാണ് അധികാരമുള്ളവൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന കൃത്യമായ തൗഹീദിന്റെ വചനം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങൾ, കല്ലുകളെ പൂജിച്ചിരുന്ന, മഹാന്മാരെ പൂജിച്ചിരുന്ന ആളുകൾ, അവർക്കൊരു വാദമുണ്ടായിരുന്നു. അള്ളാഹു കൊടുത്ത കഴിവുകളുള്ള ഈ രൂപത്തിലുള്ള ആളുകൾക്കും ആരാധിക്കാം, അവരുടെ മുമ്പിലും സുജൂദ് ചെയ്യാം, അവർക്കും നേർച്ച വഴിപാടുകൾ ചെയ്യാം, അവരോടും വിളിച്ചു പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടിയും മറവ് നടത്താം. ഈ രൂപത്തിലുള്ള വിശ്വാസക്കാരവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അതാ മുസ്ലിമീങ്ങളാണ് കൂടെയുള്ളത്, സഹാബത്താണ് കൂടെയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഘട്ടത്തിലും ഒരു സന്ദർഭം കിട്ടിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടെയുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തി വന്നിക്കുന്ന നേരത്ത് മഹാനവറുകൾ പറയുന്നു, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തലമക മസ്തലംതുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ പഠിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നി ലഅലമു അന്നക ഹജറുൻ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ വെറും ഒരു കല്ലാണ്. ലാ തദുറു വലാ തൻഫഉ, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നതല്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്തലമക മസ്തലംതുക, നിന്നെ തൊട്ടുമുത്തി വന്നിക്കുന്നത് ഞാൻ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ എങ്ങനെ തൊട്ടുമുത്തി വന്നിക്കുകയില്ലായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുകയില്ലായിരുന്നു എന്നാണ്. ഇവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കല്ലുകളോടും മരങ്ങളോടും ആ രൂപത്തിലുള്ള വസ്തുക്കളോടും ആരാധന നടത്തുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അതാ ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പാതയിലേക്ക് കടന്നു വന്ന മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൂടെയുള്ള സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഇവരൊക്കെ കേൾക്കുന്ന നിലക്ക് അത് കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹജ്ജിന്റെ കാതൽ പ്രിയപ്പെട്ടവരെ അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഓരോ രൂപത്തിലുള്ള ഇബാദത്തുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പടച്ച റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥന ഹജ്ജിന്റെ ഒരു ഇബാദത്തുകളിലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരു ദിക്റുകളിലും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടോ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ടോ, ഇസ്മായിൽ നബിയെ എന്ന് വിളിച്ചുകൊണ്ടോ, ഹാജറ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ടോ ഉള്ള ഒരൊറ്റ പ്രാർത്ഥനയും ഒരു ദിക്റുകളും നമുക്ക് ഹജ്ജിൽ കാണാൻ സാധ്യമല്ല. മറിച്ച് യഥാർത്ഥമായ തൗഹീദിന്റെ കറകളഞ്ഞ യഥാർത്ഥമായ ആദർശത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന കർമ്മമാണ് പവിത്രമായ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മം ഇത്രമാത്രം ശ്രേഷ്ഠകരമായി മാറിയത് മനുഷ്യൻ അവന്റെ കൃത്യമായ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായ നിലക്കവൻ ശുദ്ധീകരണത്തോടുകൂടി നിലനിർത്തുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് നിഷ്ഫലമായി മാറും. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭങ്ങളിലതാ നാട്ടിലുള്ള ചില ദർഗകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് മക്കയിലേക്ക് യാത്ര പോകുന്ന, ആ യാത്ര പറയുന്ന ചില പ്രത്യേകമായ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നാലും വീട്ടിലെത്തുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ വീട്ടിലെത്തിയ ഉടനെയോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ചില ദർഗകളിൽ പോയി നന്ദി പറയുന്ന, ഹജ്ജ് നന്നായി നിർവഹിച്ചു വരാൻ തൗഫീഖ് നൽകിയതിനുള്ള കൃത്യമായ ശുക്ർ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന ചടങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഒരു ഹാജിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മഹനീയമായ പ്രതിഫലം ലഭിക്കാൻ കാരണമായി മാറുന്നത് അവൻ അവിടെ മുഴക്കുന്ന ആദർശത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലാ ശരീക ലക എന്ന് പറയുന്ന കൃത്യമായ പ്രഖ്യാപനത്തിന്റെ ആ ജീവിതത്തെ സൂക്ഷ്മമായി നിലനിർത്തുമ്പോൾ മാത്രമാണ്. അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാതൊരു ഫലവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഹാജിക്ക് ഹജ്ജിലൂടെ കിട്ടുന്നത് തൗഹീദിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ്. യഥാർത്ഥമായ നിലക്ക് അവനെ സ്വർഗത്തിന് അർഹനാക്കിയത് ആ ആദർശത്തിൽ ഊന്നി
നിന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് തെറ്റിപ്പോയാൽ, ഹജ്ജിന് മുമ്പോ ശേഷമോ തെറ്റിപ്പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ പരാജയത്തിന്റെ നരകത്തിലേക്കായിരിക്കും കുത്തുക. അതുപോലെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഹജ്ജ് നൽകുന്ന രണ്ടാമത്തെ ഒരു സന്ദേശമുണ്ട്. അതെന്താണ്? ജീവിതത്തിന്റെ ഏത് പ്രവൃത്തികളിലും ഇബാദത്തുകളിലും നാം മാതൃകയായി കാണേണ്ടത് നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാത്രമാണ്. ഇഖ്ലാസോടുകൂടി തന്നെ വേണ്ടത് ഇത്തിബാഉർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്കറിയാം, ഓരോരുത്തർക്ക് തോന്നിയതുപോലെ അവിടെ പോയി ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സ്വീകാര്യമാകുമോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാം, തവാഫ് നിശ്ചയിക്കപ്പെട്ട എണ്ണം തികക്കേണ്ടതുണ്ട്. 6 ചുറ്റുകൊണ്ട് തവാഫാകില്ല, 7 ചുറ്റ് പൂർത്തിയായാലേ തവാഫാകൂ. ഒരാൾ പറയുകയാണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാനൊരു 10 ചുറ്റ് ചുറ്റട്ടെ എന്ന് പറഞ്ഞാൽ ആ തവാഫ് സ്വീകാര്യമല്ല. 7 ചുറ്റ് എന്ന് പറഞ്ഞാൽ 7 ചുറ്റ് തന്നെ. അറഫയിൽ നിൽക്കാൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഒരാള് എനിക്ക് സൗകര്യമുണ്ട്, പുണ്യം നേടാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ സമയം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നിശ്ചയിക്കപ്പെട്ട സമയത്തിന്റെ മുമ്പോ ശേഷമോ പോയിരുന്നാൽ അവന് ഹജ്ജില്ല. അതുപോലെ തന്നെ മുസ്ദലിഫയിൽ പാർക്കുന്നതിനെ സംബന്ധിച്ച്, ജംറകളിൽ എറിയുന്നതിനെ സംബന്ധിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതാ 7 കല്ലുകൾ വീതം 3 ജംറകളിൽ എറിയേണ്ട സ്ഥാനത്ത് ഒരാൾ പറയാണ്, എന്റെ കയ്യിൽ 10 കല്ലുണ്ട്, ഞാനൊരു 10 എറിയും, അല്ലെങ്കിൽ ഞാൻ 5 എറിയൂ എന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ല. ഖുറൈശികളിൽ പലരും പറഞ്ഞു, നഹ്നു ഹുമുസുൻ, ഞങ്ങൾ വലിയ ആഠ്യത്വമുള്ളവരാണ്, ഞങ്ങൾ അങ്ങനെ എല്ലാവരും നിൽക്കുന്ന അറഫാത്തിലൊന്നും ഞങ്ങൾ നിൽക്കൂല, ഞങ്ങൾ കുറച്ച് ഇപ്പുറത്ത് നിന്നോളാം, അവിടെയൊക്കെ സാധാരണക്കാർ നിൽക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോ, ഇല്ല, അറഫാത്തിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്, അറഫാത്തിൽ നിൽക്കാത്തവന് ഹജ്ജില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയം, അവിടുന്ന് നിശ്ചയിച്ച എണ്ണം, അവിടുന്ന് നിശ്ചയിച്ച സ്ഥലം, അവിടുന്ന് നിശ്ചയിച്ച രൂപം, അതേ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമയമോ ഒരു രൂപമോ ഒരു എണ്ണമോ ഒരു സ്ഥലമോ ഒരാൾ കണ്ടെത്തുകയും നിശ്ചയിക്കുകയും ചെയ്താൽ അവന് ഹജ്ജില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ കൃത്യമായ പുലർച്ചയാണ് ഹജ്ജിലൂടെ ഹാജിമാര് നേടിയെടുക്കുന്നതും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലാണ് ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ ഒരർത്ഥത്തിൽ മുമ്പ് ഹജ്ജ് ചെയ്തവർക്കും ഇനി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ആ രൂപത്തിൽ റബ്ബിങ്കൽ നിന്ന് വലിയ പാപമോചനവും സ്വർഗീയ പ്രതിഫലവും നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി ഏത് സമയത്തും അവന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹജ്ജിലെ നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബലിപെരുന്നാളിന്റെ സുദിനം വന്നണയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ അടുക്കുമ്പോൾ, ഈദ് അടുക്കുമ്പോൾ എല്ലാവരുടെയും ചിന്ത അന്ന് എങ്ങോട്ടാണ് ടൂറ് പോകേണ്ടത്, എന്ത് ഭക്ഷണമാണ് നമ്മളൊന്ന് ഉണ്ടാക്കേണ്ടത്, വസ്ത്രം എല്ലാവരും ഉടുത്തിട്ടുണ്ടോ, പുതിയത് എവിടെ നിന്ന് വാങ്ങണം, എവിടെ നിന്നാണ് ഷോപ്പിംഗ് നടത്തേണ്ടത്, എവിടെ പോകണം, എപ്പോ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തകൾ ഒരു തെറ്റാണെന്ന് പറയുന്നില്ല, ഒരു തെറ്റായ കാര്യമല്ലല്ലോ. ബലിപെരുന്നാൾ ഇതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. അനുവദനീയമായ നിലക്ക് നമുക്ക് ഉല്ലാസയാത്ര പോകാം, അനുവദനീയമായ കാര്യങ്ങളിൽ ഏർപ്പെടാം, നല്ല വസ്ത്രം ധരിക്കേണ്ടതുണ്ട്,
നല്ല ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, ഒന്നും വിരോധമുള്ള സംഗതിയല്ല. പക്ഷേ അതൊക്കെ ആലോചിക്കുന്ന നമ്മളൊരിക്കലും മറന്നു പോകരുതാത്തൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബലിപെരുന്നാളാണല്ലോ വരുന്നത്, നമുക്ക് ഉളുഹിയത്ത് അറുക്കണ്ടേ? അതിന് നമ്മുടെ വീട്ടിൽ തീരുമാനമുണ്ടോ? നാം തീരുമാനിച്ചു കഴിഞ്ഞുവോ? നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര എണ്ണത്തെ അറുക്കണം, അല്ലെങ്കിൽ എന്താണ് അതിനു വേണ്ടി ഏ രൂപത്തിൽ നമ്മൾ ഒരുങ്ങണം? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന സന്ദർഭമാണിത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു ഫസല്ലി ലിറബ്ബിക വൻഹർ. ആ ആയത്തിനെ വിശദീകരിക്കുന്ന മധ്യേ വൻഹർ എന്ന് പറഞ്ഞിടത്ത് ഈ ഉലൂഹിയത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം മുഫസ്സിരീങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പെരുന്നാൾ സുദിനത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ്, ഏറ്റവും മുന്തിയ ഒരു സൽക്കർമ്മമാണ് ഉലൂഹിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചിന്തിക്കണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾക്ക് സ്വന്തമായി തന്നെ അത് നിർവഹിക്കാം. ഒരാടാണെങ്കിൽ അതിൽ മറ്റൊരാൾ ഷെയർ ചേരാൻ പാടില്ല, അതൊരു വ്യക്തിക്ക് മാത്രമാണ്. ഒരു കുടുംബത്തെ ഉദ്ദേശിച്ചുകൊണ്ടും ഒരാടറുക്കാം. അതേ അവസരത്തിൽ വ്യത്യസ്തരായ ആളുകൾ ഷെയർ ചേരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആടിൽ ഷെയർ ചേരാൻ പറ്റുകയില്ല. മാട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഒട്ടകം അതുപോലൊന്നും വറക്കാൻ സാധിക്കുകയില്ല. അതേ അവസരത്തിൽ പശു, മൂരി പോലെയുള്ള ആ രൂപത്തിലുള്ള മാടുകളുടെ ഗണത്തിൽ പെടുന്നത് നമുക്ക് ഉലൂഹിയത്ത് അറുക്കാം. അതൊരാൾക്ക് ഒറ്റക്ക് കഴിയുമെങ്കിൽ അയാൾക്ക് ഒറ്റക്ക് തന്നെ നിർവഹിക്കാം. അതേ അവസരത്തിൽ അയാൾക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, ഒരു ഉരുവിനെ വാങ്ങണമെങ്കിൽ വലിയ എമൗണ്ട് വേണം, അതുകൊണ്ട് അത് ഒറ്റയ്ക്ക് എനിക്ക് താങ്ങില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരാളെ കൂടി ഷെയർ ചേർക്കുന്നു, എങ്കിൽ രണ്ടാൾക്ക് കൂടി ഒന്നിനെ അറുക്കാം. സാധ്യമല്ലേ? മൂന്നാൾക്ക് കൂടിയാവാം. സാധ്യമല്ലേ? 4, 7 വരെ നിങ്ങൾക്ക് ഷെയർ ചേരാം. 7 ആളുകൾ കൂടി ഒന്നിനെയെങ്കിലും മറക്കാവുന്ന നിലക്ക് ആവാം. 8 ആളെ കൂട്ടാൻ നിർവാഹമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് നിന്നോളണം. ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തോളണം. അപ്പോ ഈ രൂപത്തിൽ നമുക്ക് ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 7 ആൾക്ക് ഷെയർ ചേരാം. ആട്ടിൽ 7 ആൾക്ക് ഷെയർ ചേരാനോ 2 ആൾക്ക് ഷെയർ ചേരാനോ ഒന്നും പാടില്ല. മാടാണെങ്കിലേ നമുക്കതിന് അനുവാദമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര രൂപ, എത്ര ദിർഹം ഒരു കൊല്ലത്തിൽ നമ്മൾ പല രൂപത്തിലുള്ള മാർഗങ്ങളിലേക്ക് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹിന്റെ മാർഗത്തിലേക്കുള്ള ഒരറിവ്, പടച്ച റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരറിവ്, ലോകത്ത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പടച്ച റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ മറ്റു പലരിൽ നിന്നും രക്ഷയാഗ്രഹിച്ചുകൊണ്ടും ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടും പലരുടെയും പേരിൽ അറിവുകൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ കേരളം. നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയവനെ അല്ലാഹു ശപിക്കട്ടെ, അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ പലർക്കു വേണ്ടിയും പലരുടെ പേരിലും പലരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും ബലിക്കല്ലുകളിലും പല സ്ഥലങ്ങളിലും വെച്ച് അറിവുകൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത്, പ്രിയപ്പെട്ടവരെ, ആ നാട്ടിൽ നിന്ന് വന്നെത്തിയവരാണ് നമ്മൾ. നാം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലിതാ ഈ സുന്നത്തിനെ നാം ഹയാത്താക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബലി പെരുന്നാളിന്റെ ദിവസവും ശേഷവും ഒക്കെ നമുക്ക് അറുക്കാൻ, ആ 4 ദിവസങ്ങളിൽ അറുക്കാൻ അനുവാദമുള്ള ഉലൂഹിയത്ത് എന്ന് പറയുന്ന ഈ പുണ്യകർമ്മത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം വിചാരിച്ചാൽ നമുക്കത് ചെയ്യാവുന്നതേയുള്ളൂ. വിചാരിക്കാത്തതാണ് കുഴപ്പം. ഒരുപക്ഷേ പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കും, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖ്റ, ശൈത്താൻ നിങ്ങളോട് ഫഖർ പറഞ്ഞു പേടിപ്പിക്കും. നീ ഉലൂഹിയത്ത് അറുക്ക്, അതിന് ദിർഹം ചെലവഴിക്ക്, അതിന് കാശയക്ക്. ഏയ്, നീ പ്രാരാബ്ധക്കാരനാണ്, നീ പ്രയാസമുള്ളവനാണ്, നീ ഇതൊക്കെ ചെയ്യാനായോ? അതൊക്കെ വലിയ വലിയ സമ്പന്നര് ചെയ്യട്ടെ എന്നൊരു പക്ഷേ ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കും. വിട്ടുകൊടുക്കരുത്, ശൈത്താന്റെ വേദാന്തത്തിന്റെ മുമ്പിൽ ചൂളിപ്പോകരുത്. എനിക്ക് സാധിക്കും, എന്റെ റബ്ബ് എനിക്ക് തന്ന നിഅമത്തിനെ വെളിപ്പെടുത്താനുള്ള ഈ അസുലഭമായ അവസരം ഞാൻ ഉലൂഹിയത്തിലൂടെ പ്രകടമാക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും തീരുമാനമെടുത്ത് വേണ്ടത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശൈത്താന്റെ ദുർബോധനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അല്ലാഹു നിങ്ങൾക്ക് പാപമോചനമാണ് വാഗ്ദത്തം ചെയ്യുന്നത്, അവനിൽ നിന്നുള്ള ഫദ്ലാണ് അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നത്.
പടച്ചവന്റെ ഖജനാവ് വാസിഉൻ അലീം, വിശാലമാണ്, അവനെല്ലാം അറിയുന്നവനാണ്. ആ വലിയ പുണ്യകർമ്മം നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും തീരുമാനമെടുക്കുക. നാട്ടിലേക്ക് അത് അയക്കാനുള്ള സംവിധാനങ്ങൾ, നിങ്ങൾക്ക് ഇവിടെ പണം കൊടുത്താൽ നാട്ടിൽ അത് കൃത്യസമയത്ത് ഇറക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മാതൃക, ഒരു സുന്നത്ത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വഅറാദ അഹദുകും അൻ യുളഹിയ ഫൽയുംസിക് മിൻ ശഅരിഹി വഅദ്ഫാരിഹി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഹിലാല ദുൽഹിജ്ജയുടെ ഹിലാൽ ദർശിച്ചു കഴിഞ്ഞാൽ, അഥവാ ദുൽഹജ്ജ് മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഒരാൾ ഉദൂഹിയത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ നഖവും മുടിയും നീക്കാതെ മാറി നിൽക്കട്ടെ. ഉലൂഹിയത്തിന് ഉദ്ദേശിക്കുന്ന സർവ്വ സഹോദരങ്ങളും പാലിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ പറയുന്നത്. ഉലൂഹിയത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ, ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചത് മുതൽ ആ അറവ് നിർവഹിക്കപ്പെടുന്നത് വരെ നഖവും മുടിയും നീക്കാതെ വിട്ടു നിൽക്കേണ്ടതാണ്. ഇതതിന്റെ പൂർത്തീകരണത്തിന് ഇസ്ലാം പഠിപ്പിച്ചൊരു സുന്നത്താണ്. ആരെങ്കിലും മറന്നുകൊണ്ട് നഖവുമൊക്കെ നീക്കിയാൽ അവന്റെ ഉലൂഹിയത്ത് ബാത്തിലാവുകയോ ഒരു ഹറാമ് ചെയ്ത അവസ്ഥയിലേക്ക് പോകുകയൊന്നുമില്ല. പക്ഷെ ഒരു വലിയ പുണ്യകർമ്മമാണ്, നാം പിടിച്ചു നിൽക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ ആഘോഷങ്ങളുമൊക്കെ നമുക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വലിയ പ്രതിഫലം നേടിയെടുക്കുവാനുള്ള ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാളിന് നമുക്ക് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ സമീപത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമുക്ക് ഈദിനുള്ള അനുവാദം ഇവിടുത്തെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്. നാം ഇനിയും പ്രാർത്ഥിക്കണം. എല്ലാ നിലക്കും ആ ഇബാദത്ത് നല്ല നിലക്ക് അവിടെ നിർവഹിക്കപ്പെടുവാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പ്രാർത്ഥനകളും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ കൂടുതൽ ആവേശത്തോടുകൂടി മുന്നേറുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ ചികിത്സയിൽ കഴിയുന്ന സഹോദരീ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ശിഫയും ശമനവും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا إلى ما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.